തന്മാത്ര എന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് വെളിച്ചം കൊടുത്ത സിനിമയാണ്. ഒരുപാട് പേര് പേടിച്ചു പോയ സിനിമയാണ്. ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് മനസ്സിലാക്കിയ സിനിമയാണ്. അൽഷൈമേഴ്സ് അല്ലെങ്കിൽ മേധാക്ഷയം എന്ന് പറയുന്നത് അതൊരു രോഗമായിട്ടല്ല, ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലെ ഡോക്ടേഴ്സ് വെളിയിൽ നിന്നുള്ള ചോദിച്ചു, മോഹൻലാൽ ഇതിന് ഇത്രയും വെൽ സ്റ്റഡീഡായിട്ടാണോ ഈ സിനിമ ചെയ്തത്? കാര്യം ഒരുപാട് കാര്യങ്ങൾ, മൂക്ക് ചൊറിയുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് ഒരു പക്ഷേ ഡോക്ടേഴ്സിനെ മനസ്സിലാവുള്ളൂ, പേഷ്യൻസ് അങ്ങനെ പെരുമാറുന്നുണ്ട്. അത് മോഹൻലാൽ ചെയ്തത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അതാണ് അതിൻ്റെ സത്യം. കാര്യം ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അസുഖമാണ്, അല്ലാതെ സിനിമ കഥാപാത്രത്തിൽ കുറച്ച് കഴിഞ്ഞല്ല. അതെന്ന് തുടങ്ങിയെന്ന് അതിൻ്റെ സംവിധായകൻ ബ്ലസ്സിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിനും അറിയില്ല. കാര്യം അദ്ദേഹത്തിന് തുടങ്ങുമ്പോൾ 40-45 വയസ്സുണ്ട്. ആ സമയത്തെ അസുഖബാധിതനായിട്ടാണ് കഥ തുടങ്ങുന്നത്. അതിലും ഏറ്റവും ഉള്ളതെന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മുടെ ഈ സിനിമകൾ മിക്കതും ഈ പറഞ്ഞതിലൊക്കെ ഒരു അച്ഛൻ മകൻ അല്ലെ അമ്മ മകൻ്റെ സ്നേഹമെന്ന് പറയുന്ന ആ ഒരു അണ്ടർ കറൻ്റുള്ള സിനിമകളാണ്. ഇത് ഇപ്പോൾ സ്ഫടികം എന്നുള്ള സിനിമയിലെ അതേ സ്നേഹം തന്നെയാണ് ഒരു പക്ഷേ രമേശൻ നായർക്ക് ഈ മകനോടുള്ളത്. അത് അദ്ദേഹം 2 രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. തന്മാത്ര എന്നുള്ള സിനിമ തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും വളരെയധികം സന്തോഷം തന്ന സിനിമയാണ്. ബ്ലസ്സിയോട് അതിന് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും.